ഉത്സവപ്പറമ്പുകളിൽ നിന്ന് ഉത്സവപ്പറമ്പുകളിലേക്കുള്ള ഓട്ടപ്പാച്ചിലുകൾക്കും തുടർച്ചയായ എഴുന്നള്ളിപ്പുകൾക്കും ശേഷം ആനകൾക്ക് സുഖചികിത്സയും വിശ്രമവും ലഭിക്കുന്ന കാലമാണ് കർക്കിടക മാസം. ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗശമനത്തിനുമായാണ് ആനകൾക്ക് കർക്കിടകത്തിൽ സുഖചികിത്സ നൽകുന്നത്. വിവിധ ദേവസ്വങ്ങളുടെ കീഴിലുള്ള ആനകൾക്ക് പുറമെ സ്വകാര്യ ഉടമകളുടെ കീഴിലുള്ള ആനകൾക്കും സുഖചികിത്സ നൽകുന്നുണ്ട്. ആന വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഗജവീരന്മാർക്കുള്ള സുഖചികിത്സ നടത്തുക. ഉത്സവങ്ങളുടെ ഭാഗമാകുമ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഒരുപാട് യാത്രകളും അതോടൊപ്പം തന്നെ ജോലികളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ നിന്ന് മാറി ഉത്സവകാലം മാറി പിന്നീട് ആന സ്വന്തമായി നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് അവരുടെ ആരോഗ്യം പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അവർക്ക് നല്ല വിശ്രമം കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, തേച്ചുള്ള കുളി കൊടുക്കുക, പൂർണ്ണമായിട്ടുള്ളൊരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിലുള്ള എല്ലാ നാട്ടാനകൾക്കും നല്ല ഭക്ഷണം, വിരമരുന്ന് കൊടുക്കും. പിന്നെ അതിനുശേഷം വിറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസ് അടങ്ങുന്ന ഭക്ഷണം, അങ്ങനെ ധാതു ലവണങ്ങളിലൊക്കെ അടങ്ങിയ ഭക്ഷണം കൊടുക്കുമ്പോൾ ആനയ്ക്ക് തന്നെ ആനയുടെ ഓജസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ആനയുടെ ശരീരഭാരം നോക്കിയിട്ടും ആനയുടെ പ്രായം നോക്കിയിട്ടും ആനയുടെ രീതികൾ നോക്കിയിട്ട് അങ്ങനെ 3-4 ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ്. പിന്നെ പെണ്ണാനകളുണ്ട്, പിടിയാനകളുണ്ട്, കൊമ്പനാനകളുണ്ട്. ഇവർക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളാണ് നമ്മൾ ഏർപ്പാടാക്കിയത്. ആനകളെ നന്നായി തേച്ചു കുളിപ്പിക്കുന്നത് സുഖചികിത്സയുടെ ഭാഗമാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ചോറ്, ചവനപ്രാശം, അഷ്ടചൂർണം, വിറ്റാമിൻ ഗുളികകൾ, വിവിധതരം സിറപ്പുകൾ എന്നിവ ചേർത്ത ഉരുളകൾ ആനകൾക്ക് ദിവസവും നൽകും. മദപ്പാടിലുള്ള ആനകൾക്ക് മദപ്പാട് കഴിഞ്ഞാണ് ചികിത്സ നൽകുക. 1 മാസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ചികിത്സാകാലം. ഗജവീരന്മാർക്ക് ശരീരപുഷ്ടിയും ആരോഗ്യവും സൗന്ദര്യവും വീണ്ടെടുക്കാനുള്ള ഈ സുഖചികിത്സാ കാലത്തിന് ഏറെ പ്രാധാന്യമാണ് വിവിധ ദേവസ്വങ്ങളും ആന ഉടമകളും നൽകി വരുന്നത്. കർക്കിടക മാസത്തിൽ വിവിധ ദേവസ്വങ്ങൾ, ക്ഷേത്ര ഭരണസമിതികൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആനയൂട്ടുകൾ സുഖചികിത്സയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ്. TCV തൃശ്ശൂർ.